ലളിതമായ രീതിയിലൂടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ നിലനിർത്താം എന്നുള്ള കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ 5 പറഞ്ഞു നിർത്തി, ഇനിയിപ്പോൾ 6 പറയാം. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്താണെന്ന് വെച്ചാൽ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നിവ നമ്മൾ ശീലമാക്കുക. അതുകൊണ്ട് എന്തുണ്ടാവും, നമ്മുടെ മനസ്സൊക്കെ വളരെ ശാന്തമാകാൻ പറ്റും. നമുക്ക് ജോലിക്കും മറ്റതിനൊക്കെ നന്നായി ഇതാക്കാൻ പറ്റും. പിന്നെ അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്, ദിവസേന ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ചെയ്ത് ഒരിക്കലും തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത് ദിവസേന ചെയ്യുക, അതാണ് 7-ാമതുള്ളത്. പിന്നെ 8-ാമതായിട്ട് നമ്മൾ സ്ക്രീനിൽ സമയം നിയന്ത്രിക്കുക. ചില മൊബൈൽ, സോഷ്യൽ മീഡിയ, TV എന്നിവിടെയൊക്കെ അവിടെയൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന സമയം കളയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറക്കുക. കാരണം രാത്രി 12-1 മണി വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. അത് പിന്നീടുള്ള പിറ്റത്തെ ദിവസത്തിനെ നമ്മളെ ബാധിക്കും. അത് ജീവിതശൈലി തന്നെ നമ്മളെ ബാധിക്കും അത്. അപ്പോൾ അത് കുറക്കുക. പിന്നെ ഉള്ളത് പോസിറ്റീവായ മനോഭാവം വളർത്തുക എന്നുള്ളതാണ്. അതിന് നല്ല ചിന്ത നിലനിർത്തണം. അതിനെന്ത് വേണം? നല്ല ആളുകളുമായിട്ട് ഇടപെടുക. നമ്മുടെ ചിന്തിക്കുക, അപ്പം നമ്മുടെ കൂട്ടുകെട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെടുക. 10-ാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോഗ്യ പരിശോധന സ്ഥിരമായിട്ട് നടത്തുക. ഇടയ്ക്കിടെ നമ്മുടെ ആരോഗ്യ പരിശോധന നടത്തി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വല്ല കുറവുകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചികിത്സ നടത്താൻ പറ്റും. അപ്പോൾ എന്താവും, നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ ഒക്കെ ഉണ്ടെന്ന് ഓർപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിന്നൊരു കാര്യം ഇന്നത്തെ ഇതിൽ എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണമല്ല, അത് ശീലിച്ചിട്ടുണ്ടാവണം. ആ ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുക, എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പാലിക്കുക. അപ്പോഴാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക. അല്ലാണ്ട് അതിന് ഒരു എളുപ്പപ്പണിയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.